ഞാനും ഭാര്യയൊക്കെ ആയിട്ട് പടം തുടങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമ കാണാതാക്കിയത് വരാം. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പഴയ ഈ ലോട്ടറി അടിക്കാത്ത ലോട്ടറി ചാക്ക് കണക്കിന് കീറിക്കൊണ്ട് വെച്ചിട്ട് നമ്മളെ തലേരെ മുകളിൽ കൂടെ തട്ടി. ഇപ്പൊ ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണക്കാരൻ നീ ഒറ്റ ഒരാളാ. എടാ പ്രാട് പണി കാണിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനൊരു അന്തസ്. റിലീസ് ദിവസം വന്ന് കയറി ഇരുന്നിട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസുകാർ മാത്രം കാണുന്ന ഒരു ഷോയാണ്. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ മണ്ടന്മാരാണ്? ഫാമിലി ആയിട്ട് അന്ന് ഫാൻസുകാർ മാത്രം കിടന്ന ഷോ അല്ല, ഞങ്ങൾ ഫാൻസുകാർ മൊത്തത്തിലെടുക്കുന്ന ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അട്ടഹാസം കാണിക്കാനല്ല, അല്ല സിനിമ കാണാനാണ്. അയാൾ എന്താ പറഞ്ഞത്? അല്ല, പേപ്പർ തലേ വീണിട്ട് ഫാൻസുകാരെ കുറ്റം പറയണത് മോശം പരിപാടിയാണ്. എന്താ പരിപാടി? പേപ്പർ ഇപ്പൊ മേലോട്ട് വാരി ആഘോഷിച്ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കണം? ഫാൻസുകാരെ കരിവാരി തേക്കാൻ വേണ്ടി പറയണേ, വേറെ ഒന്നും കിട്ടാനില്ല. വേറെ ഒന്നുമില്ല, കരിവാരി തേക്കണ്ട, മൊത്തം തേഞ്ഞ് കിടക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാര. പേപ്പർ ഒന്നും തലേ വീണെന്ന് പറഞ്ഞ് ചത്തൊന്നും പോകുന്നില്ലല്ലോ. അത് പള്ളി പോയി പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് പോകുന്ന അടുത്ത പ്രശ്നം യാഥാർത്ഥ്യമാണ്. അവരെ വെട്ടുക്കിളി എന്ന് വിളിക്കുന്നവരോട് എനിക്ക് പുച്ഛം. ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെ നമ്മൾ ആയുസ് പാഴ. ഈ രാത്രി 3 മണിക്ക്, രാത്രി 1 മണിക്ക് സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും അല്ലെങ്കിൽ അത് ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഷോയാണ്. കാര്യം പറഞ്ഞ മനസ്സിലാക്കണം, ബോധം. ആ ഷോയ്ക്ക് ഭാര്യയായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവരെ കുറ്റം നിങ്ങൾക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്നത്. അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ അവിടെ ആനയുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നെറ്റിപ്പട്ടം കെട്ടിയ ആന. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി ഇത് പറഞ്ഞിട്ട് അവിടെ കടലാസ് എന്ന ദേഹത്ത് വിടുന്നു. നിങ്ങൾക്ക് അല്ലാത്ത ഷോയ്ക്ക് പോകാൻ മനപൂർവ്വം ഫാഴ്ചയിലേക്ക് ഇടിച്ചു താർക്കാൻ വേണ്ടി ശാന്തിവിള പറഞ്ഞ ഈ ഒരു ഷോ നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി